ഹായ് ഫ്രണ്ട്സ്, ആഷ് ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സർദോസി ഡിസൈനാണ്. ബോട്ട് നെക്കിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാറ്റേൺസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ സർക്കിളിലായിട്ട് നമ്മൾ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 കളർ സർദോസിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ സ്റ്റെമ്മും ലീഫും ആണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഫ്രിഞ്ച് നോട്ടും കുറച്ച് ബീഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ടറിലായിട്ടും സർദോസി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സർദോസി 2 കളേഴ്സാണ്. ഇതൊരെണ്ണം ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ ഇതൊരെണ്ണം ലൈറ്റ് ഷെയ്ഡാണ്. 2 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഫ്ലവറിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ഡാർക്ക് വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഔട്ടറിലും. പിന്നെ ഇത് നമ്മളിതിന് വേണ്ടി ഒരു ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് ബീഡ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വൂവൻ റോസ് ചെയ്യുന്നത് പോലെ നമ്മൾ ജസ്റ്റ് കുറച്ച് പെറ്റൽസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഞാനിത് സാധാരണ ചെറിയ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഫ്ലവറിൻ്റെ ഉള്ളിലെ സർദോസി ചെയ്യുമ്പോൾ നമ്മൾ ഈ ത്രെഡിനുള്ളിൽ കൂടെയാണ് ആദ്യം നമ്മൾ ചുറ്റിയെടുക്കുന്നത്. ഒരു 5 പെറ്റൽസ്, ഒരുപാട് വലിപ്പമില്ലാത്ത, ഉള്ളിൽ ഒരുപാട് വലിപ്പം കൊടുക്കണ്ട, നമുക്ക് ഇതേപോലെ ഒരു 5 എണ്ണം ചെയ്തെടുക്കാം. ഇപ്പം നമ്മളത് സർദോസി ഇങ്ങനെ ത്രെഡിനുള്ളിലിട്ടിട്ട് നീഡിൽ എപ്പോഴും ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിയിട്ടാൽ മതി. ഇതേപോലെ നമ്മൾ ഒന്നിടവിട്ടിട്ട് ഇത് ഓരോ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ ഈ സർദോസി ഇങ്ങനെ കയറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ ഉള്ളിലാണ്, അകത്തെയാണ് ചെയ്യുന്നത്. ലൈറ്റ് കളർ സർദോസി വെച്ചിട്ടാണ് ഞാൻ അകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നറിൽ ലൈറ്റ് കളർ സർദോസി വെച്ചിട്ടുള്ള ആ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഔട്ടറിൽ ഇതാ ഡാർക്ക് കളർ സർദോസിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഫ്ലവർ ചെയ്യുന്ന പോലെയാണ്. ഇതാ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കിതിന് സൂചി കുത്തിയെടുക്കാം. എന്നിട്ട് ഈ സർദോസി ഓരോന്നായിട്ട് കോർത്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇത് അടുത്ത സർദോസി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് സൂചി കുത്തിയെടുക്കണം. നമ്മൾ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി വരുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സർദോസി ഒരെണ്ണം എടുത്തിട്ട് അധികം ഇപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത്രയും നീളമുണ്ട്, അപ്പോൾ അത്രയും നീളം വേണ്ട, അതിൻ്റെ ഒരു കുറച്ചപ്പുറത്തായിട്ട് ഈ നീഡിലിങ്ങനെ താഴേക്ക് ഇറക്കുക. അപ്പോൾ ഇതിങ്ങനെ സർദോസി ഇങ്ങനെ പൊന്തി നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് പോലെ ഈ സർദോസി കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ നമ്മൾ വൂവൻ റോസ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ലൈറ്റ് കളർ സർദോസിയും ഔട്ടറിൽ സ്റ്റെം സ്റ്റിച്ച് ഫ്ലവർ ചെയ്യുന്ന പോലെ ഡാർക്ക് കളർ സർദോസിയാണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മളിതിൻ്റെ ഇടയിൽ സ്റ്റെമ്മും ലീഫും ആണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റെമ്മ് ചെയ്യുന്നത് ലൈറ്റ് കളർ സർദോസി വെച്ചിട്ടാണ്. ജസ്റ്റ് നമ്മൾ സർദോസി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റെമ്മ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഞാനൊരു ലീഫും കൂടെ ചെയ്തിട്ടുണ്ട്. ലീഫ് ഇതാ നമ്മൾ ഡാർക്ക് കളർ സർദോസി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ എപ്പോഴും സർദോസി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലീഫ് ചെയ്യുമ്പം ഈ രണ്ട് സൈഡിലുള്ളത് ചെയ്യുമ്പോഴും മാക്സിമം ഒരേ വലുപ്പത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ലീഫാണ് ചെയ്യുന്നത്, അധികം വണ്ണമില്ലാതെ. അപ്പം ഇതിങ്ങനെ സ്ട്രെയിറ്റ് നോക്കുക. നമുക്ക് ഇത് കുറച്ചൊന്ന് ഈ ലീഫ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഒരുപാട് അകലം മാറ്റണ്ട, ജസ്റ്റ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒന്ന് സൂചി ഇങ്ങനെ കുത്തി ഇറക്കിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ മാക്സിമം ഇത് സെയിം അളവിലുള്ളത് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ രണ്ട് ലീഫ് ഇപ്പം ചെയ്തു. ഒരു പീസ് സർദോസിയും കൂടെ സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ അത് സ്ട്രെയിറ്റ് ഒരുപാട് ഈ രണ്ടെണ്ണം ചെയ്തതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് സൂചി ഇങ്ങനെ ഇറക്കിയാൽ മതി. ലീഫെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുവാണ്. റെഡ് കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. സൂചിയിൽ ഇങ്ങനെ രണ്ട് ചുറ്റിയിട്ട് നീട്ടിൽ താഴേക്ക് ഇറക്കിയാൽ മതി. അപ്പം അതിനൊരു ഫിനിഷിങ് വരാൻ വേണ്ടി അതിൻ്റെ ഔട്ടറിലൂടെ നമ്മൾ ഒരു സർദോസിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തതുപോലെ തന്നെ സൂചിയിൽ ഇങ്ങനെ കോർത്തിട്ട് നമ്മൾ ആ സർദോസി ഇങ്ങനെ നൂല് കുത്തി ഇറക്കുമ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലായിട്ട് അതിൻ്റെ ഔട്ടറിലൂടെ വരും. അപ്പോൾ അതവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് പോലെ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ സൈഡിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ലീഫിൻ്റെയും ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ബീഡ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ചിരുന്ന ഏത് ബീഡ്സാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ തുന്നി പിടിപ്പിച്ചാൽ മതി. ഞാനൊരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്.
നമുക്കിതിൽ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്യാനാണെങ്കിലും ഇതിനകത്ത് ബീഡ്സ് ചെയ്യാനാണെങ്കിലും നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. നമ്മൾ ഏത് മെറ്റീരിയലാണോ എടുക്കുന്നത് അതിന് മാച്ച് വരുന്ന കളേഴ്സ് എടുത്താൽ മതി. അപ്പോൾ ഈ ബീഡ്സിൻ്റെ ഔട്ടറിലൂടെയും ഞാൻ ഫ്രഞ്ച് നോട്ടിൻ്റെ ഔട്ടറിൽ കൊടുത്തതുപോലെ സർദോസി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ബോർഡ് നെക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബീഡ്സും പിന്നെ ഇവിടെ ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്തിട്ടാണ് വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ സെയിം വർക്ക് ഇതാ ഞാൻ കയ്യിലും ചെയ്തിട്ടുണ്ട്. കട 2 അറ്റത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യുക. സെൻഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോസ് സെൻഡ് ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി.